അസ്സലാമലൈക്കും, നമസ്കാരമുണ്ട്. ഞാൻ നാസർമാനുമാണ്. ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ അരക്കിണറില് കെയർ മാത്തോട്ടം പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന് വന്നതാണ്. ഇവിടെ എൻ്റെ ഒരു അനിയൻകുട്ടിനെ കണ്ടു. എന്താ എൻ്റെ കുട്ടിയുടെ പേര്? ഈശൻ കൗൺസി അല്ലേ? എന്തായാലും എൻ്റെ കുട്ടിയുടെ പേരിനെക്കാട്ടും വലിയ മനസ്സാണ്. അവന് ചെറിയ അസുഖമൊക്കെ ഉണ്ടെങ്കിലും അവൻ ആരോഗ്യവാനാണ്, സന്തോഷവാനാണ്. കാരണം ഇന്ന് കെയർ മാത്തോട്ടം പാലിയേറ്റീവിന്റെ പ്രവർത്തനം ഞാൻ കണ്ട് അത്ഭുതപ്പെട്ടു. ഇവിടെ നമുക്കൊരു സന്തോഷകരമായ ഒരു അനുഭവം നമ്മൾ നേരിട്ട് കാണാം. ഈ കാണുന്ന നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ കുറെ സഹോദരന്മാരും ഇവരെന്താണ് വർക്ക് അറിയാം? ശമ്പളം മേടിക്കുന്ന വർക്കല്ല. ജീവിതത്തില് എല്ലാ വഴിമുട്ടി ഡോക്ടർമാര് വിധി എഴുതി ഇനി വീട്ടിൽ കിടത്തിയാൽ മതി, ഇനി ഇവിടെ മറ്റു ചികിത്സ ഇല്ല എന്ന് പറയുമ്പോൾ അവർക്ക് തണലൊരുക്കി കൊടുക്കുന്ന, അവർക്ക് സാധനം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്ന പുണ്യപ്രവർത്തി ചെയ്യുന്ന മക്കളും പെങ്ങന്മാരും അനിയന്മാരും ഏട്ടന്മാരൊക്കെയാണിത്. ഇവർക്കൊക്കെയാണ് ദുആ ചെയ്യേണ്ടത്. നമ്മളെ ഓരോ രക്ഷിതാക്കളും നമ്മളെ മക്കളെ നാട്ടിലെ പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാക്കിയാൽ അവരെ മറ്റു ദുഷിച്ച ലഹരിയിലേക്കോ അല്ലെങ്കിൽ സമൂഹത്തിൽ നാളെ നമ്മളെ രക്ഷിതാക്കളൊക്കെ വയസ്സാവുമ്പോൾ അവരെ അഗതിമന്ദിരത്തിലും അനാദരത്തിലും കൊണ്ടാക്കാനോ ശ്രമിക്കൂല. അവർ സമൂഹത്തിനും നാട്ടിലും നമ്മളെ കുടുംബത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറും. ഇതൊക്കെ കണ്ടുപഠിക്കുക. ഇവരെന്താ പറയുക, ഒരു പ്രതിഫലം ആഗ്രഹിക്കല്ല. പക്ഷെ ഈ കാണുന്ന ഒരുപാട് രോഗികളുണ്ട് മാത്തോട്ടത്തിലുള്ള. ഈ ഇവർ രോഗികളെ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവരെ ഞങ്ങളെ കുടുംബം എന്നാണ് ഇവിടുത്തെ ഓരോ പാലിയേറ്റീവിന്റെ പ്രവർത്തനം പറഞ്ഞത്. ഇവിടുത്തെ പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന് ഇവിടെ ബിൽഡിംഗ് ആവട്ടെ, ആംബുലൻസ് ആവട്ടെ, ഓരോ കാര്യങ്ങളും സമൂഹത്തിലെ ഇവിടുത്തെ നല്ലവരായ നാട്ടിലെ ഒരുപാട് നല്ല മനുഷ്യസ്നേഹികള് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് നാളെ ഒരു കാര്യം ഉറപ്പിക്കാം, ദുനിയാവിന്ന് നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകില്ല. നമുക്ക് എപ്പോഴും മരണം കൂടെ വരും, ഏത് സമയത്ത് സെക്കൻഡിലും വന്നു ചേരാം. പക്ഷേ ഇത്തരത്തിലുള്ള നമ്മുടെ നാട്ടിലെ പാലിയേറ്റീവ് പ്രവർത്തനത്തിൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ട് പാലിയേറ്റീവിന്റെ ബിൽഡിംഗ് വാടകയിലാണ്, ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ കെയർ മാത്തോട്ടത്തിന്റെ പ്രവർത്തനം ഞാൻ അത്ഭുതപ്പെട്ടു. ഇവിടെ എല്ലാ സൗജന്യം കൊടുത്ത് ഇവിടെ ബഹുമാനപ്പെട്ട ഇക്ക പറഞ്ഞ വർത്തനുണ്ട്. മാനസാഹബ്, ഞങ്ങളെ കൂട്ടത്തില് ഞങ്ങൾക്ക് പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിൽ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാര് ആംബുലൻസ് മുതലിച്ച്, ബിൽഡിംഗ് മുതലിച്ച്, ക്ലിനിക്ക് മുതലിച്ച്, ഫിസിയോതെറാപ്പി മുതലിച്ച് എല്ലാത്തിനും സൗജന്യമായിട്ട് സൗകര്യം ചെയ്യുന്നുണ്ട്. അതാണ് ഈ നാടിന്റെ വിജയം, ഈ ഒരുമ. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ, കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ചിന്തിക്കും കിട്ടിയിട്ട് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഇഷ്ടം പോലെ സൗകര്യം ഉണ്ടെന്ന്. പക്ഷെ ഡോക്ടർമാർ ആ വിധി എഴുതാന് അതിന് പ്രായമൊന്നുമില്ല. വലിയൊരു അപകടം സംഭവിച്ച വീട്ടില ഒരാഴ്ചയോളം നമ്മളെ കുടുംബമൊക്കെ നമ്മളെ ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അവരും മടുക്കും. അവസാന ഘട്ടം ആരായിരിക്കും നമുക്ക് തണലെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നാട്ടില് പാലിയേറ്റീവിന്റെ പ്രവർത്തകർ തന്നെയാണ് എല്ലാത്തിനും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യൽ. അപ്പൊ നാട്ടിലൊക്കെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയാൽ പോലും നമ്മളെ പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിൽ നമ്മളൊരു സഹായം, അതായത് ബിൽഡിങ്ങിനോ സൗകര്യങ്ങളോ സമ്പത്തോ സ്ഥലങ്ങളോ ആംബുലൻസോ എന്ത് കൊടുത്താലും അത് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മളെ മരണപ്പെട്ട് പോയി നമ്മളെ ഓർക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. പാലിയേറ്റീവിന്റെ ഓരോ വർഷത്തിലും പോലെ വാർഷികത്തിന് നമ്മുടെ അവിടെയുള്ള രോഗികളൊക്കെ അവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിട്ടുണ്ട്. അതിൽ വെച്ച് നമ്മളെ പറ്റി മധുരം പറയാവര്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവര്. അതൊക്കെ തന്നെ ദുനിയാവെന്ന് കൊണ്ടുപോകുന്ന സമ്പാദ്യം. ഇവിടെ ഓരോ ഉമ്മമാരും അച്ഛന്മാരും അമ്മമാരും ഞാൻ കണ്ടു. ഒരുപാട് മനുഷ്യരും എങ്ങനെയുണ്ട് നമ്മളെ മാത്തോട്ടത്തിന്റെ പ്രവർത്തനത്തിൽ സന്തോഷവാനാണോ? അല്ലേ? നമ്മളൊരു രോഗിയായിട്ടല്ലല്ലോ അവര് കാണുന്നത്, ഒരു മക്കളായിട്ടല്ല അവര് ബന്ധങ്ങളെടുത്ത് സന്തോഷമാണ്, ഹാപ്പിയാണ്. അപ്പൊ കാരണം നമുക്ക് ആവശ്യം, നമ്മള് ഒരു രോഗം വന്നു, പക്ഷേ നമുക്ക് ശുശ്രൂഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനും നമ്മളൊരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ടല്ലേ അവരെല്ലാം സൗകര്യം ചെയ്തിട്ട് രക്ഷിതാവിന്റെ അല്ലേ, രക്ഷിതാവിനെ എങ്ങനെ നോക്കല്, അതിനെക്കാട്ട് സ്നേഹം പാലിയേറ്റീവിന്റെ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്കൊക്കെ നാളെ പാലിയേറ്റീവിന്റെ ആശ്രയം വരാം. ആരും എനിക്ക് ഒന്നും സംഭവിക്കില്ല, പണമുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ചിന്ത ഒന്നും ചിന്തിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം നമ്മളൊക്കെ നാളെ എന്തായാലും അപകടം പറ്റാനോ ഒന്നും പറ്റാതിരിക്കട്ടെ, പക്ഷെ അവസാന ആശ്രയം നമുക്ക് ഹോസ്പിറ്റലിൽ റിട്ടയർഡ് ആയത് ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനം. എന്താ ഏട്ടന്റെ അഭിപ്രായം? ഹാപ്പി അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്താ ഉമ്മാന്റെ അഭിപ്രായം? സന്തോഷത്തില്ലേ ചേച്ചിയെ? എല്ലാരും ഹാപ്പി അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇന്ന് സമ്മാനങ്ങളൊക്കെ എന്തുകൊണ്ട് എന്താ എന്റെ കുട്ടിക്ക് പറയാനുള്ളത്? എനിക്ക് രൂപത്തിൽ അറിയില്ലേ? അപ്പൊ എല്ലാം ഓർക്കുന്ന എൻജോയ് ചെയ്യിക്കാം. 4 മണിക്ക് ശേഷം ബീച്ചിലേക്ക് ബീച്ചിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാം സന്തോഷത്തോടെ അല്ലേ
ഇങ്ങനെ ഇടയ്ക്ക് അവർക്ക് ആസ്വദിക്കണം. സ്വന്തം മക്കളാണ് ഈ നോക്കണ വെച്ചാല് ആ ഉമ്മാനെ കൊണ്ട് അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് ഇടങ്ങറായിരുന്നു ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. പക്ഷെ നല്ല നോക്കണ മക്കളുണ്ട്, അവർക്ക് ഭാഗ്യവാന്മാരാണ് അങ്ങനെയുള്ള മക്കളില്ലേ. നമ്മളെ രോഗികൾ നമ്മളൊക്കെ വൈദ്യസൊക്കെ എല്ലാവരും ഒരു ഫാമിലി അവരെ ഫാമിലിനെ പോലാണ്, ആ വീട്ടിലെ അംഗത്വത്തെ പോലാണ് നമ്മളെല്ലാവരും അവരുടെ കൂടെ, അവരുടെ തന്നെ അറിയാം. ആ രീതിയിലാണ് അവർ. നമ്മളൊക്കെ തിരിച്ചു പോയാലും എന്നും ഓർക്കുന്ന ദുനിയാവെന്ന് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മളെ പറ്റി ചിന്തിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. പാലിയേറ്റീവിന്റെ പ്രവർത്തനം നമുക്ക് ഇതിലേക്ക് സ്ഥലം തന്നെ, അല്ലെങ്കിൽ ഇതിലേക്ക് ബിൽഡിംഗ് തന്നെ, ഇതിലേക്ക് ഇപ്പോ ഇവിടുത്തെ സിറപ്പിന്റെ സ്ഥലം ഫിറോസ് പറഞ്ഞ 2 ഫിറോസുമാർ തന്നു അല്ലെ, അതിലേക്കുള്ള ബിൽഡിംഗ് ഒരു പ്രവാസി ചെയ്തെന്ന്. സബീർ സാഹിബ്. ആംബുലൻസ് UAE പ്രവാസി സംഘടന അല്ലെ. അതെ. പിന്നെ കടക്കാരൊക്കെ നമ്മളിപ്പോ ഈ ഓൺലൈനിൽ എല്ലാവരും സത്യം പറഞ്ഞാലല്ലോ ഓൺലൈനിൽ പലരും ഓർഡർ എടുക്കും. ഈ ഓൺലൈനിലെ ആൾക്കാര് എന്തെങ്കിലും ഒരു സഹായം നമുക്ക് ഈ നമ്മുടെ നാട്ടിൽ ചെയ്യോ? ഇല്ല. എപ്പോഴും നമ്മളെ കടക്കാർ മാത്രമാണ് നമുക്ക് സപ്പോർട്ട്. ഈ കടക്കാരോട് നമ്മൾ പോയിക്കാണ്ട് പാലിറ്റീവിന്റേതായാലും മറ്റുള്ള സംഘടനകളായാലും പറയുമ്പോ ഈ സാധാരണക്കാരായ കടക്കാരനെ നമ്മൾക്ക് സഹായം തരില്ല അല്ലേ. അതിലെത്തും. ആരാവണം എന്റെ കുട്ടി ആഗ്രഹിക്കുന്നത്? ഡോക്ടർ ആണെന്ന്. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കാല്ല. അവിടെ രോഗികൾക്ക് 100% എന്റെ കുട്ടിക്ക് എന്താ പറയുള്ളത്? എന്റെ ആരാവണം എന്റെ മോൾക്ക് ആഗ്രഹം? എന്തെന്റെ കുട്ടി ആഗ്രഹിച്ചാൽ നടക്കും. കാരണം എന്റെ മക്കളൊക്കെ ആ ചിന്തയിലാണ്. ഇപ്പൊ പോണ യാത്ര എന്താ പറയാ, ശരിക്കുള്ള കോഴ്സാണ് ഇപ്പൊ നിങ്ങൾക്ക് തരുന്നത്. എങ്ങനെ മനുഷ്യരെ അവസ്ഥ നേരിട്ട് കാണിച്ചില്ല. എന്റെ കുട്ടികളെ പോലെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സുഖങ്ങൾ ആസ്വദിക്കുക അല്ലേ. അത് വേറെ തന്നെ അല്ലേ, വേറെ ഒന്നിനും കിട്ടൂല. നിങ്ങളെ വ്യാപാരന്മാരൊക്കെയാണ് ഭാഗ്യന്മാര്. എന്താ പറയാ, നല്ല മക്കളെ കിട്ടലാണ് ഒരു രക്ഷിതാവിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇവര് 4 ആളും എന്താണ് ഇരട്ടകളാന്ന് പറയാൻ പറ്റൂല, പക്ഷെ 4 ആളും മനസ്സുകൊണ്ട് ഇരട്ടകളാണ്. അതായത് അത്രയും ഈ പുണ്യപ്രവർത്തനം എത്രയൊക്കെ പറയുന്നത് നിന്ന് കിട്ടുന്ന സന്തോഷം അല്ലേ. ഒരു സംശയമില്ല അല്ലേ. വീട്ടിലൊക്കെ നമ്മളിഞ്ഞ് TV ഇരുന്നു, മൊബൈലിൽ ഇരുന്നു, അതിലെങ്ങനൊക്കെ ആവും, അതിലൊന്നും കിട്ടാത്തൊരു സുഖം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പാണ്. യെസ് അല്ലേ. നമ്മൾ ചെല്ലുമ്പോ അപ്പൊ നമ്മളെ കാണുമ്പോ തന്നെ ആ പുഞ്ചിരി നമുക്ക് കിട്ടുമ്പോ തന്നെ അല്ലേ എന്തോ ഒരു ലഹരി അല്ലേ. മാഷാ അല്ലാഹ്. കേട്ടല്ലേ നിങ്ങളെ വർത്തമാനം? എന്റെ പങ്ക് പറയാള് സന്തോഷം. നല്ല എന്താ പറയാ, അവിടെ പോയി വന്നാൽ തന്നെ മനസ്സിനൊരു സമാധാനമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ മുഖത്ത് തന്നെ എപ്പോഴും ഒരു പുഞ്ചിരിയാണ്. നമ്മൾ അങ്ങനത്തെ വിഷമങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം പോലെ മുഖത്തല്ലേ. അപ്പൊ അത് എന്നും നിലനിർത്തട്ടെ. ഇവർക്കൊക്കെ വേണ്ടിയാണ് ദുആ. എന്റെ പങ്ക് പറയാള് ഒരുപാട് കുറവുകളുണ്ട്. അപ്പൊ ഇവരെ പോയി കണ്ടു കഴിഞ്ഞാല് മനസ്സിൽ നമ്മളതൊന്നൊരു കുറവല്ല, സ്വർഗത്തിലാണ്. അടച്ചോനെ കേട്ടല്ലേ നിങ്ങള് ഈ പെങ്ങളോട്ട് പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അവരെടുത്ത് ചെല്ലുമ്പോ അവരെ കുറവുകൾ കാണുമ്പോ നമ്മൾക്കൊന്നുമല്ല അല്ലേ. അതൊരു സത്യമാണ്. അത് ചിന്തിക്കാൻ നമുക്കൊരു ഓർമ്മ വരില്ല, നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇവരെ ഓർക്കാം. കാരണം വർഷങ്ങളായിട്ട് കിടക്കുന്ന ഇവരെ ഓർത്തു കഴിഞ്ഞാൽ അസുഖം പകുതി മാറും. തീർച്ചയായും ഇതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലും സൂക്ഷിക്കേണ്ട വാക്കിട്ട. ഹെൽത്ത് സെന്ററിൽ നിങ്ങൾ പോകുമ്പോ ഈ മരുന്നിന്റെ ഞാൻ പറയില്ല, മുറിവുള്ള കുറെ കേസ് ഉണ്ടാവും. ഞാൻ കൊടുത്തേക്കണ്ട് മരുന്ന്. നമ്മൾ ഡോക്ടർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ മരുന്നും കൂടെ എത്തിക്കാം. എന്നാ വലിയൊരു ഉപകാരപ്പെടും. ഏത് മുറിയാണ് മാറുകയാണ്. നമ്മളെ അനുഭവമാണ്. നമ്മളവിടുത്തെ പരീക്ഷന്റെ ആൾക്കാരൊക്കെ സിസ്റ്റർമാരായിട്ടാ പോലെ. എന്താണ് ഈ സന്തോഷം ഇത് പറയുന്നത്? ഈ ജന്മത്തിലെ ഒരു നിയോഗമാണ് ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്